ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനന്യ രാഗിൻ. എല്ലാവർക്കും ട്വിസ്റ്റി പസിലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്നേക്ക് ക്യൂബിനെ എങ്ങനെയാണ് റോക്കറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കുന്നത് എന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 24 പീസസുള്ള ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു സ്നേക്ക് ക്യൂബാണ്. നമ്മൾ ഈ സ്നേക്ക് ക്യൂബിനെ ഒരു റോക്കറ്റിൻ്റെ ഷേപ്പിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ഈ വെള്ളച്ചതുരങ്ങൾ മുകളിൽ വരുന്ന രീതിയിൽ പിടിക്കുക ഇതിനെ. എന്നിട്ട് ഇതിൽ ആദ്യം 12 പീസസ് എണ്ണ. 1 2 3 4 5 6 7 8 9 10 11 12. ഈ ഓറഞ്ചാണ് ഈ 12ാമത്തെ പീസായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഈ 13ാമത്തെ പീസ് ഈ വൈറ്റ് താഴോട്ടേക്ക് 2 തവണ തിരിക്കുകയാണ് വേണ്ടത്. 1 2. അപ്പോൾ നമുക്കിതാ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് ഈ ഒരു ഷേപ്പ് പിടിക്കാം. എന്നിട്ട് ഇതിൽ നമ്മൾ ഈ 2 നീളത്തിലുള്ള ഭാഗമാണ് കിട്ടുന്നത്. ഒന്നിതും ഒന്നിതുമായിട്ട്. ഇനി ഇതിൽ ഈ 2ാമത്തെ പീസ് ഓറഞ്ച് പീസിനെ ഞാൻ ഇടത്തോട്ടേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. വലത് കൈ കൊണ്ട് ഇടത്തോട്ടേക്ക് ഒരു തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു തവണ തിരിക്കുക. ഇനി ഈ ഒരു നീളത്തിലുള്ളതിൽ ഇതിൽ 2ാമത്തെ ഈ വെള്ളയാണ് വരുന്നത്. വെള്ള പീസിനെ നമ്മൾ അങ്ങോട്ടേക്ക് ബാക്കിലോട്ടേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തവണ അങ്ങനെ തിരിച്ചു. ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൽ ഈ ഓറഞ്ച് ചതുരം വരുന്ന ഈ ഒരു പീസിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തിൽ 3ാമത്തെ പീസാണിത്. ഇതിന് ഞാൻ ഇടത്തോട്ടേക്ക് ഈ വലത് കൈ കൊണ്ട് ഇടത്തോട്ടേക്ക് ഒരു തവണ തിരിക്കുവാണ്. ഇങ്ങനെ തിരിച്ചു. ഇനി അടുത്ത് ഈ ഒരു നീളത്തിലുള്ള ഭാഗം ഇത് നോക്കാം. ഇതിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇതിൽ വെള്ളച്ചതുരമാണ് വരുന്നത്. ഈ വെള്ളച്ചതുരത്തിലുള്ള ഈ ഒരു പീസ് ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ബാക്കോട്ടേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തവണ ഇതുപോലെ തിരിച്ചു. അപ്പോൾ നമുക്കിതാ ഈ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഇനി ഇതിൽ ഈ നീളത്തിലുള്ള ഭാഗം എടുക്കുക. ഇതിൽ ഇപ്പം ഈ നീളത്തിലുള്ള ഭാഗത്തിൽ ഈ 3ാമത്തെ ഈ ത്രികോണം നോക്കുക. 1 2 3. ഈ 3ാമത്തത് മുകളിലേക്കാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു തവണ തിരിച്ച് മുകളിലേക്ക് ഇങ്ങനെ തിരിച്ചു. എന്നിട്ട് അതിന് തൊട്ട് മുന്നിലെത്തി തിരിച്ചതിന് തൊട്ട് മുന്നിലേത്ത ഈ ഒരു പീസ് ഞാൻ ഇടത്തോട്ടേക്കാക്കുകയാണ് ചെയ്യുന്നത്. വലത് കൈ കൊണ്ട് ഇടത്തോട്ടേക്ക് ഇതുപോലെ ഒരു തവണ തിരിച്ചു. ഇനി ഒരു തവണ കൂടി തിരിക്കുക. ഒരു തവണ കൂടി തിരിച്ചപ്പോൾ ഈ ഒരു ത്രികോണത്തിന് കണക്കായിട്ട് ഇത് പോയിട്ട് ചതുരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ആക്കാൻ വേണ്ടിയിട്ട് ഈ നീളത്തിലുള്ള നമ്മളിപ്പോൾ ഇതാണ് എടുത്തത്. ഇനി അടുത്ത നീളത്തിലുള്ള ഈ ഭാഗം എടുക്കുക. ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഇതിപ്പം 1 2 3ാമത്തെ ഈ 3ാമത്തെ പീസിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിലേക്കാക്കുക. ഒരു തവണ മുകളിലേക്ക് തിരിക്കുക. എന്നിട്ട് അതിന് തൊട്ട് മുന്നിലത്തെ ഈ പീസിനെ ഈ ഇടത്തോട്ടേക്ക് തിരിക്കുവാണ് 2 തവണ. 1 2 തവണ തിരിച്ച് ഇപ്പോൾ ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ഒരു പീസിനെ തന്നെ ഇങ്ങനെ പിടിക്കുക. ഇതുപോലെ പിടിക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു 3ാമത്തെ ഇതിൽ 1 2 3ാമത്തെ ഈ ത്രികോണം മുകളിലേക്കാക്കുക. ഒരു തവണ മുകളിലേക്ക് തിരിച്ചു. എന്നിട്ട് ഈ തൊട്ട് മുന്നിലത്തെ പീസിനെ നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. തിരിച്ചിട്ട് ഇതുപോലെ തിരിച്ച് കൊണ്ടുവരും. ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിന് നമുക്ക് ചെയ്യണം. അതിനെയും ഇതുപോലെ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് ഇതിൽ 3ാമത്തത് എടുക്കുക. 1 2 3ാമത്തെ ഈ ത്രികോണത്തിന് മുകളിലേക്കാക്കുക. മുകളിലേക്ക് തിരിച്ചു. എന്നിട്ട് ഈ 2ാമത്തെ പീസിന് നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതുപോലെ തിരിച്ച് അടുത്തേക്ക് കൊണ്ടുവന്നു. ഇനി അടുത്ത നീളത്തിലുള്ള ഈ ഒരു ഭാഗത്തിന് ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഇതിനെയും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പം ഈ ഒരു ഭാഗം ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഇതിൽ ഇതിവിടെ 2ാമത്തതാണ് എടുക്കേണ്ടത്. ഈ 2ാമത്തെ ത്രികോണത്തിന് മുകളിലേക്കാക്കുക. എന്നിട്ട് ഈ ഒരു പീസിനെ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തിരിച്ച് കൊണ്ടുവരാം. എന്നിട്ട് ഈ ഒരു പീസ് കണ്ടു, ഈ വൈറ്റ് വെള്ള ത്രികോണം വരുന്ന ഇതിനെ നമ്മൾ ഇങ്ങോട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. മുകളിലേക്ക് ഇങ്ങനൊരു തിരിച്ചു. ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മൾ ഏകദേശം റെഡിയാക്കി. ഇനി ഈ ഒരു പീസിനെ കൂടി അതുപോലെ ആക്കാനുണ്ട്. അതിനെ ഇതുപോലെ പിടിക്കുക. ഇതിൽ 2ാമത്തെ പീസ് മുകളിലേക്കാക്കുക. എന്നിട്ട് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതുപോലെ തിരിച്ച് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ഈ ത്രികോണത്തിന് ഈ പീസിനെ ഇതുപോലെ
തേക്കുക. ഇതാ നമുക്ക് ഒരു റോക്കറ്റിൻ്റെ ഷേപ്പാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പലതരം ക്യൂബുകളുടെ ട്യൂട്ടോറിയൽ വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. ആ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുവാൻ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.